ഹേബ കമ്മിറ്റി റിപ്പോർട്ടും സംവിധായകൻ രഞ്ജിത്തിനെതിരെയുള്ള വെളിപ്പെടുത്തലുമെല്ലാം വലിയ വിവാദമായിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ നമുക്കൊപ്പം സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് ചെറുതെങ്കിലും നിരവധി സിനിമകളിൽ വേഷമിട്ടിട്ടുള്ള സോണിയ മൽഹാറാണ്. സോണിയയുടെ ഒരു ചലച്ചിത്രാനുഭവം, ഇപ്പോഴത്തെ വിവാദങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ് മനസ്സിലാക്കുന്നത്. നിരവധി. ഞാനൊരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സങ്കീർണമായ പ്രശ്നങ്ങളെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ തുടക്കം തന്നെ നമ്മള് എന്റർടൈൻ ചെയ്യിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ഒരുപാട് അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ജീവിതത്തിൽ കുറ്റബോധം ഇല്ലാതെ ജീവിക്കാൻ പറ്റിയിട്ടുണ്ട്. പലതും തുറന്നു പറയേണ്ട അവസരങ്ങളിൽ അത് ഓപ്പണായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രമുഖ സംവിധായകൻ, അതായത് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിലുള്ള ഒരു സൂപ്പർ സ്റ്റാർ പടമാണ്. ഇപ്പോൾ WCC മെമ്പറായിട്ടുള്ള ഒരു ലേഡി അഭിനയിച്ചുകൊണ്ടിരുന്ന വലിയൊരു പടമാണ്. ആ പടത്തിൽ എനിക്ക് വളരെ മോശമായിട്ടുള്ള അനുഭവം, അത് എനിക്ക് എന്റെ അടുത്തല്ല, എന്റെ കൂടെ കുറച്ച് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള പല ജില്ലകളിൽ നിന്നുള്ള കുട്ടികളുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ഒരു 18, 19 ആ ഏജിലുള്ള കുറച്ച് കുട്ടികളായിരുന്നു. അപ്പൊ ഈ കുട്ടികളെ ആ സംവിധായകൻ മിസ്യൂസ് ചെയ്യാൻ ശ്രമിച്ചതും, അപ്പൊ ആ കുട്ടികൾ എന്നോട് അത് തുറന്നു പറയുകയും ഞാൻ ആ കുട്ടികളോട് ഒരിക്കലും കാരണം നിങ്ങൾ ചെറിയ മക്കളാണ്, ഒരിക്കലും ആ രീതിയിലേക്ക് പോകരുത്, ഇതിപ്പോ തന്നെ സംവിധായകനോട് പറയണം, വേഷമില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ അഭിനയിക്കണമെങ്കിൽ അങ്ങനെ സാക്രിഫൈസ് ചെയ്ത് ഇപ്പോഴേ നിന്ന് കഴിഞ്ഞാൽ പിന്നീട് എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് ആ കുട്ടികളെ ഉപദേശിക്കുകയും ഈ കുട്ടികൾ അത് സംവിധായകനോട് പറയുകയും അത് ഞാൻ കാരണമാണ് അയാൾക്ക് അത് നടക്കാത്തതെന്നുള്ള ഒരു ദേഷ്യം ഇന്നും അമർഷമായിട്ട് അത് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ട്. അത് എനിക്ക് ഒരുപാട് അവസരങ്ങൾ നിഷേധിക്കപ്പെടാൻ ഈ ഒരു കാരണം നിമിത്തമായെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നെ കാണുമ്പോൾ ഞാൻ ഈ അടുത്ത സമയത്ത് കണ്ടിരുന്നു വേറൊരു ലൊക്കേഷനിൽ വന്നത്. അദ്ദേഹം വളരെ ഞാൻ അറിയാൻ കഴിഞ്ഞത് എന്നെ മോശക്കാരിയാക്കിക്കൊണ്ട് സംസാരിക്കുകയും എനിക്ക് കിട്ടുന്ന അവസരങ്ങളായാലും പല ഇതും ഇല്ലാതാക്കുകയുമാണ് ആ സംവിധായകൻ ചെയ്യുന്നത്. ആ സെറ്റിൽ പിന്നീട് ദുരനുഭവം ഉണ്ടായിട്ടുണ്ടോ? എന്റെ അടുത്ത് മോശമായിട്ട് അനുഭവപ്പെട്ടിട്ടില്ല. കാരണം ഞാൻ ഈ രീതിയിൽ പ്രതികരിച്ചു, അതായത് ഷൂട്ട് തുടങ്ങിയതിന്റെ 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെയാണ്. പക്ഷെ അതിന്റെ റിയാക്ഷൻ മുഴുവൻ എനിക്ക് അഭിനയിക്കേണ്ടി വന്ന എന്റെ സീൻ ആരോ നേരത്തെ മീഡിയയിൽ സംസാരിച്ചിരുന്നു, അവരെ കൊണ്ട് എത്രയോ ടേക്ക് എടുപ്പിച്ചു എന്നുള്ളത്. അത് വാസ്തവം തന്നെയാണ്. കാരണം രാത്രി നമ്മൾ സഹകരിച്ചില്ല, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ നോ പറയുകയാണെങ്കിൽ രാവിലെ നമ്മൾ എല്ലാ അർത്ഥത്തിലും എനിക്ക് തോന്നുന്ന ഫുഡിനും അക്കോമഡേഷനും നമുക്ക് പ്രശ്നം വന്നിട്ടില്ല ഇതുവരെ. ഞാൻ ഇറങ്ങിയ സമയത്ത് ഏകദേശം 10 വർഷമാവുന്നു. പക്ഷേ നമ്മളെ കൊണ്ട് ടേക്ക് കൂടുതൽ എടുപ്പിക്കുകയും എല്ലാവരുടെ മുമ്പിൽ മിനിമം ഏതൊരു പടമാണെങ്കിലും 50 പേര് കുറയാത്തൊരു യൂണിറ്റ് അംഗങ്ങൾ ഉണ്ടാവും. അവരുടെ എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് നമ്മളെ നന്നായിട്ട് ഒന്നുകിൽ അഭിനയിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ എന്തോ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചിട്ട്, അല്ലെങ്കിൽ ഒരേ സാധനം തന്നെ റീടേക്ക് എടുത്തുകൊണ്ടേയിരിക്കും. നമ്മളിപ്പോ പെർഫെക്ഷനോടെ ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ടിസ്റ്റ് അല്ല. ഇപ്പൊ ജൂനിയർ ആയിട്ടും അല്ലെങ്കിൽ തുടക്കക്കാരാകുമ്പോൾ ഒരുപാട് ടേക്ക് എടുക്കേണ്ടി വരും, സ്വാഭാവികമാണ്. പക്ഷെ അത് ഒരു പരിധിക്കപ്പുറം പോയി നമ്മളെ മനസ്സും നമ്മളുടെ ആ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള ആ ഒരു സെൽഫ് എസ്റ്റീം കളയുന്ന രീതിയിൽ വരെ നമ്മളെടുത്ത് ബിഹേവ് ചെയ്യാം. മാനസികമായിട്ടും ഫിസിക്കലി നമ്മൾക്ക് അത് ആ സ്ട്രെയിൻ അവർക്ക് നമ്മളെ അടിക്കാൻ പറ്റില്ലല്ലോ. അതിന് പകരം നമ്മളടുത്ത് അവർക്ക് വൈരാഗ്യം ഉണ്ടെങ്കിൽ, ഈ സംവിധായകന് വൈരാഗ്യം വന്നു കഴിഞ്ഞാൽ ടേക്ക് കൂടുതൽ എടുക്കാം. സിനിമാറ്റോഗ്രാഫർ ആണെങ്കിൽ അവർ ബ്ലർ ചെയ്യിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഇപ്പം നല്ല സീനിലൊക്കെ അഭിനയിച്ച് നിൽക്കുമ്പം സിനിമ വരുമ്പോൾ നമ്മൾ കാണത്തില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇതെല്ലാം നടക്കുന്നത് തന്നെയാണ്. എന്ന് വിചാരിച്ചിട്ട് എല്ലാ സിനിമയിലും ഇങ്ങനെയാണെന്നോ, എല്ലാ സിനിമാക്കാരും എല്ലാ ആർട്ടിസ്റ്റുകളും എല്ലാ ഡയറക്ടേഴ്സും ഇങ്ങനെയാണെന്നോ എനിക്ക് അഭിപ്രായം ഇല്ല. ആ പടം വരുമ്പോൾ എനിക്ക് തോന്നുന്നു WCC സംവിധാനം ഉണ്ടായിട്ടില്ലെന്ന് തോന്നുന്നു. ഇല്ലില്ല, ഇത് 9 വർഷം മുമ്പുള്ള കാര്യമാണ് ഈ സൂപ്പർ സ്റ്റാർ പടത്തിലുള്ളത്. ഇപ്പൊ WCC മെമ്പറായിട്ടുള്ള ഒരാള് അതിൽ നായികയായിരുന്നു. അപ്പൊ ആ ലൊക്കേഷനിലൊക്കെ അവര് കംഫർട്ടായിട്ട് അവർ കാരവാനിൽ വരുന്നു, ബാക്കി കാര്യങ്ങളൊക്കെ വരുന്നു. അവർ ചിലപ്പോൾ കംഫർട്ടായിട്ടായിരിക്കാം പോയത്. അവര് വളരെ വ്യക്തവും ശക്തവുമായിട്ട് ഇപ്പോൾ എല്ലാത്തിലും പ്രതികരിക്കാറുണ്ടെന്നുള്ളതും സത്യമാണ്. നടന്മാരുടെ ഭാഗത്തുനിന്നും അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? നടന്മാരുടെ ഭാഗത്തുനിന്ന് തുടക്ക സമയത്ത് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിലുള്ള ഒരു സൂപ്പർ സ്റ്റാറിൽ നിന്ന് നമ്മൾ അൺഎക്സ്പെക്ടഡ് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അവിടെ ഡ്രസ് ചേഞ്ച് ചെയ്യുന്നത് തൊടുപുഴ ഷൂട്ടായിരുന്നു. അപ്പോ ജൂനിയർ ആർട്ടിസ്റ്റിന് ഡ്രസ് ചേഞ്ച് ചെയ്യുന്നത് വേറൊരു സ്ഥലമാണ്, പിന്നെ ആർട്ടിസ്റ്റുകൾക്ക് വേറൊരു സ്ഥലമാണ്. അപ്പൊ നമ്മൾ ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി ഒരു സൈഡിലൂടെ നടക്കുന്ന സമയത്ത് അൺഎക്സ്പെക്ടഡ് ആയിട്ട് വന്ന് ഒരു ഹോൾഡ്, അത് ഒരു പ്രമുഖ നടൻ, നമ്മൾ ഞെട്ടിപ്പോകുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അന്നത്തെ സമയത്ത് ഞാൻ ഭയന്നുപോയി, പേടിച്ചുപോയി. അപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് ഇങ്ങനെയുള്ള കാര്യത്തിന് എനിക്ക് താല്പര്യമില്ല. കാരണം ഏതൊരു പെണ്ണും കൊതിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പൊ ആളുകൾ പറയുന്ന പോലെ അങ്ങോട്ട് ചെല്ലുന്ന ഒരു നടനാണ്. അപ്പൊ നമ്മളൊക്കെ നമ്മുടെ വിഗ്രഹമാണ് വീണ്ടും ഉടയുന്നത്. നമ്മൾ അവരെ ആരാധനയോടെ കാണുക, അല്ലെങ്കിൽ അവരുടെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ നമുക്ക് ഭാഗ്യം കിട്ടുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഭയങ്കര ആങ്സൈറ്റിയോടെയാണ് ഒരു സിനിമയിൽ പങ്കെടുക്കുന്നത്. പക്ഷെ അവർക്ക് എനിക്ക് തോന്നുന്നത്
എപ്പോഴും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. നമ്മളടുത്ത് ആ സമയത്ത് പുള്ളി പിന്നെ സോറി പറയുകയും എനിക്ക് സോണിയ എന്ന വ്യക്തിയോടുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ്. പക്ഷെ അത് നമ്മളെ എന്റർടൈൻ ചെയ്യിപ്പിക്കാത്തത് കൊണ്ട് വേറെ അറ്റാക്കിലേക്ക് പോയില്ല. പക്ഷെ അതൊരു നമ്മളുടെ അതായത് വിത്ത് പെർമിഷൻ ഇല്ലാതെയാണ് ഒരാള് നമ്മളെ തൊടുന്നത്. അത് സിനിമാക്കാർക്ക് മാത്രം ഒരു പ്രിവിലേജ്, ആരെയും തൊടാം എന്നുള്ളൊരു പ്രിവിലേജ് അവരുടെ ഇടയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പഴയ കാലം തൊട്ട് ഇപ്പൊ വരെയും ഇതിനെ ചോദ്യം ചെയ്യാൻ ആരും ഇല്ല. ഇതൊക്കെ സ്വാഭാവികമാണെന്നുള്ളൊരു രീതി ഉള്ളത് കൊണ്ടാണല്ലോ ഒരു വലിയ നടൻ പോലും ആ രീതിയിൽ നമ്മളെടുത്ത്, നമ്മളെ പോലെ ഒരു സാധാരണക്കാരിയായ ഒരു ആർട്ടിസ്റ്റിനോട് പോലും ആ രീതിയിൽ. ഇപ്പൊ പലരും ചോദിക്കും, ചിലപ്പോ ഇത് ചാനലിൽ വരുമ്പോൾ ചോദിക്കാം, അത്രയും മാത്രം ദാരിദ്ര്യം അത്രയും വലിയ നടന്മാർക്ക് ഉണ്ടോ എന്നുള്ളൊരു കമന്റ് ഒക്കെ വരാം. അതിൽ കാര്യമില്ല. ഈ ദാരിദ്ര്യത്തിന്റെ അല്ല, അവരുടെ ആ രീതി, ആ സമയത്തുള്ള അവരുടെ ഒരു അപ്രോച്ച് ഒക്കെ ആയിരിക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ മദ്യവും മയക്കുമരുന്നും അടക്കം എല്ലാം കിട്ടുന്നുണ്ടല്ലോ ഇപ്പോ ആളുകൾക്ക്. അപ്പൊ അവരുടെ ഒരു മൈൻഡ് സെറ്റ് ആ രീതിയിലായിരിക്കാം. എന്തായാലും ഇത്തിരി ലൈംഗിക ആവേശം സിനിമ പോലെ ലൈംഗിക ആവേശമൊക്കെ ഇച്ചിരി കൂടുതലാണ് ഇതിനകത്ത്. അതൊന്ന് കുറയ്ക്കണം മനുഷ്യന്. അതാണ് ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്നത്. ആദ്യം സിനിമയ്ക്ക് സമീപിക്കുമ്പോൾ തന്നെ പറയുന്നത് അഡ്ജസ്റ്റ് ചെയ്യണം, ചില കോംപ്രമൈസിന് തയ്യാറാവണോ എന്നൊക്കെയാണ്. അതായത് ഈ ശാരീരികമായ ആവശ്യമാണ് അതിൽ പറയുന്നത്. അത് ഈ സിനിമയിലുണ്ട്, അങ്ങനെ ഒരു കാര്യമൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഉറപ്പായിട്ടും. അപ്പൊ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുമ്പം എനിക്കറിയില്ല. ഫസ്റ്റ് ഒക്കെ വരുമ്പോ ഞാൻ പറയുമായിരുന്നു, ചേട്ടാ ഇപ്പോ തുടക്ക സമയത്തൊക്കെ നമ്മൾ വിചാരിക്കുന്നത് റെമ്യൂണറേഷനിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആയിരിക്കും എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോ ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചേട്ടാ എനിക്ക് നിങ്ങൾ എന്താണോ റെമ്യൂണറേഷൻ ഉള്ളത് അത് തന്നാൽ മതി എന്നുള്ളത്. അപ്പൊ അദ്ദേഹം പറയുന്നത് അതല്ല ഉദ്ദേശിക്കുന്നത്, ഈ രീതിയിലുള്ള ഇടപെടലുകളാണ്. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഈ രീതിയിൽ വന്നാൽ നമുക്ക് അങ്ങനെ ചെയ്യാം എന്നുള്ളത്. അതായത് ചിലപ്പോൾ നമ്മള് ജൂനിയർ ആർട്ടിസ്റ്റ് ആകുമ്പോൾ നമ്മളെ ഡയറക്ടേഴ്സ് നേരിട്ട് വിളിക്കില്ല, പ്രൊഡക്ഷൻ കൺട്രോളറോട് പറഞ്ഞ് അവർ വിളിക്കാം. അവിടെ നിന്നേ തുടങ്ങും ചോദ്യം. അപ്പൊ ഇപ്പൊ ഒരു ക്യാരക്ടർ നമുക്ക് തരുന്നത് പച്ചയ്ക്ക് തന്നെ പറയുകയാണ്, പച്ചയ്ക്ക് ചോദിക്കും സാർ. അവർക്ക് യാതൊരു നാണവും ഇല്ല. അവര് ചോദിക്കും, നിങ്ങൾ തയ്യാറാണോ? അപ്പൊ ഞാനിതിന്റെയൊക്കെ ഒരു ഗുഡൻസ് അറിയാൻ വേണ്ടി, ഒരു സോഷ്യൽ വർക്കർ ആയതുകൊണ്ട് എനിക്കൊരു ആങ്സൈറ്റി ഉണ്ട്. ഇവന്മാർ എന്തൊക്കെ കാണിക്കണമെന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിക്കുമായിരുന്നു. അപ്പൊ സാർ ആർക്കൊക്കെയാണ് എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പ്രൊഡക്ഷൻ കൺട്രോളർ, ഡയറക്ടർ, പിന്നെ സിനിമാറ്റോഗ്രാഫറെ ഒക്കെ അവരെ സന്തോഷിപ്പിച്ചാൽ നല്ല വിഷ്വൽ വരും, ഒന്നും എഡിറ്റ് ചെയ്യാതെ നല്ല സിനിമ വരും, ഈ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ആ സംവിധായകൻ ചിലപ്പോൾ അറിയണം. പ്രൊഡക്ഷൻ കൺട്രോളർ സംസാരിക്കും, ഡയറക്ടർമാര് ഡയറക്റ്റ് വന്നിട്ട് സംസാരിക്കുക, അവർക്ക് വേണ്ടിയിട്ട് ആളുകളുണ്ടല്ലോ, അവരായിരിക്കും സംസാരിക്കുക. അപ്പൊ ഈ രീതിയിലുള്ള അഡ്ജസ്റ്റ്മെന്റും കോംപ്രമൈസും ഒക്കെ ഈ വാക്കുകള് എല്ലാവർക്കും അറിയില്ല എന്നും ഇങ്ങനെ ഒന്നും നടക്കുന്നില്ല എന്നും ഞങ്ങളിത് അറിഞ്ഞില്ല. എന്നാലും ജോമോള് സംസാരിച്ചു കണ്ടു. അവര് കുറച്ച് സിനിമകളാണ് അഭിനയിച്ചത്, പക്ഷെ ആ സ്ഥലത്തൊക്കെ അവര് ചിലപ്പോൾ സെക്യൂർ ആയിരുന്നു എന്ന് എനിക്കറിയാം. എന്നാൽ പോലും ഇങ്ങനെ ഒന്നും നടക്കുന്നില്ല എന്ന് അറിയാൻ മാത്രം, ഒന്നും അങ്ങനെ ഇല്ല എന്ന് പറയാൻ മാത്രം വിഡ്ഢിയാണ് അവരെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് ഏതൊരു ആർട്ടിസ്റ്റും അംഗീകരിക്കും. മറ്റൊരു കാര്യം റിപ്പോർട്ടിൽ പറയുന്നത്, ഈ പോക്സോ കേസുകൾ, അതായത് പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ തന്നെ ഉപയോഗിക്കുന്നു എന്നുള്ള തരത്തിലൊരു ഞെട്ടിക്കുന്ന ഒരു വിവരമാണ്. അതെപ്പോഴെങ്കിലും സോണിയുടെ ശ്രദ്ധയിൽപ്പെടുകയോ അങ്ങനെയുള്ള പരാതികൾ വന്നിട്ട് അറിയാവോ? എനിക്ക് നേരിട്ട് അനുഭവമില്ല, പക്ഷേ പലരുടെയും ടോക്കിൽ ഞാൻ കേട്ടിട്ടുണ്ട്. അമ്മമാര് കുട്ടികളെ, കാരണം ഈ അമ്മമാരെ ഇവര് കയ്യിലെടുക്കുവാണല്ലോ. ഇപ്പൊ അമ്മമാര് കൊണ്ടുപോയി മക്കളെ കൊടുക്കുന്നു എന്നൊരു സാധനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം വിങ്ങുവാണ്, കേരള മനസാക്ഷി ഞെട്ടുകയാണ്. പക്ഷെ അങ്ങനത്തെ ടോക്കുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിന് ഒരു എവിഡൻസോ കാര്യങ്ങളോ ഇപ്പൊ നമ്മൾ ചോദിച്ചാൽ ആരാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം കുഞ്ഞുങ്ങളുടെ ഫ്യൂച്ചർ അങ്ങനെ പല കാര്യങ്ങളുണ്ടാവും. പക്ഷെ ഞാൻ എന്റെ ഈ ഒരു 10 years അനുഭവത്തിൽ ഞാനത് കേട്ടിട്ടുണ്ട്. ഇങ്ങനെ കുട്ടികളെ അല്ലെങ്കിൽ അമ്മമാര് തന്നെ പോകുന്നു, അമ്മമാര് അഡ്ജസ്റ്റ് ചെയ്യുന്നു. അതിനുവേണ്ടി ചെറിയ കുട്ടികളാണെങ്കിൽ, ഇപ്പൊ 12-13 വയസ്സുള്ള കുട്ടിയാണെങ്കിൽ അവരുടെ അമ്മയ്ക്കൊരു 35-40 ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളുടെ സിനിമ എടുക്കുന്നു, എന്നിട്ട് അമ്മമാരെ യൂസ് ചെയ്യുന്നു. അപ്പൊ ചെറിയ മക്കള് പാട്ട് പാടുന്നെങ്കിൽ അവരുടെ അമ്മമാർ, ഇങ്ങനെ ഏതൊരു ഫീൽഡിലും ഈ രീതിയിലുള്ള ചൂഷണം, സ്ത്രീകൾക്കെതിരെയുള്ള ചൂഷണം ഇപ്പൊ സിനിമയിൽ മാത്രമല്ല, നമുക്കറിയാലോ എല്ലാ മേഖലയിലും ഉണ്ടെങ്കിലും ഈ സിനിമയിൽ ഈ ആർട്ടിസ്റ്റുകൾക്ക് കുറച്ച് എന്താ പറയുന്ന, അവർക്ക് ഒരു സെലിബ്രിറ്റി സ്റ്റാർഡം കിട്ടുമെന്നുള്ളത് കൊണ്ടും കുറച്ച് കൂടുതൽ കാശ് കിട്ടുമെന്നുള്ളത് കൊണ്ടും എല്ലാ അന്തരീക്ഷവും അവർക്ക് അനുകൂലമാണ്. അപ്പൊ എനിക്ക് കുറച്ചൊക്കെ ആവാം, ഞാന് പിന്നെ സിനിമയിൽ അഭിനയിക്കുന്ന ആളാണ്, ഞാനൊരു വലിയ താരമാണ്, എനിക്കൊരു പെണ്ണിനെയൊക്കെ കയറി പീഡിപ്പിക്കാം, അല്ലെങ്കിൽ ഞാൻ പൈസ ഇറക്കുന്ന ഒരു പ്രൊഡ്യൂസറാണ്, എനിക്ക് പീഡിപ്പിക്കാം എന്നുള്ളൊരു തോന്നലാണ് ഇവർക്ക്. വഴങ്ങിയില്ലെങ്കിൽ അവസരം പോകുമെന്നുള്ളത് ഈ പറയുന്നത് സത്യമാണ്. അതായത് ഭീഷണിപ്പെടുത്തുക, അല്ലെങ്കിൽ തുടർച്ചയായി ഒഴിവാക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ പോസ്റ്ററിൽ നിന്ന് പടം മാറ്റുക, അങ്ങനെയൊക്കെ
സംഭവിക്കുന്നുണ്ട്. ഉറപ്പായിട്ടും ഉണ്ട്. കാരണം എനിക്ക് തോന്നുന്നത് 2-3 സ്ഥലത്ത് ഞാൻ പ്രതികരിച്ചത് കൊണ്ടാവാം എന്നെ വലിയ സിനിമാക്കാർക്കൊന്നും എന്നെ കണ്ടിട്ടേ ഇല്ല. ഞാൻ അഭിനയിച്ചത് ഇപ്പോ ഒരു 8 സിനിമയോളം ചെയ്തു. ഇപ്പൊ ലാസ്റ്റ് ചെയ്ത റിതം സിനിമ, അതിനു മുമ്പ് സ്ത്രീ നീരവം, ഇങ്ങനെ കുറച്ച് സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ആദ്യം വരുന്നത് തന്നെ പ്രിയദർശന്റെ ചിത്രത്തിലാണല്ലേ? അതില് ഗീതാഞ്ജലി എന്ന് പറയുന്ന സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോ ആ ലൊക്കേഷനിലൊന്നും നമുക്ക് ഒരു പീഡനോ കാര്യങ്ങളോ ആ സമയത്തൊക്കെ എല്ലാവരും വളരെ ക്ലോസ് ആയിരുന്നു. പക്ഷെ ഒരു ഹാസ്യ നടൻ ഇപ്പോ മരണപ്പെട്ടു. എല്ലാവരെയും ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, വളരെ എല്ലാവരും ആദരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയുടെ പേര് ഇതുവരെ ആരും പറഞ്ഞു കേട്ടില്ല. ഞാനത് പേര് പറയുന്നില്ല, കാരണം അവരെ ഫാമിലി മറ്റുള്ളവർ കേരളം ഞെട്ടുന്ന ആള് തന്നെയാണ്. ആളുടെ ഭാഗത്തുനിന്ന് വളരെ മോശമായിട്ടുള്ള അനുഭവം അത് അപ്രോച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും നിങ്ങൾ എന്റെ അപ്പൂപ്പന്റെ പ്രായമുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കുകയുമായിരുന്നു. അപ്പൊ അതൊക്കെ എന്നെ പോലെ ഒരാൾക്ക് തുടക്ക സമയത്ത് വളരെ ഞെട്ടലായിരുന്നു. കാരണം നമ്മളൊക്കെ എത്ര കൈയടിച്ച് പാസ്സാക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അപ്പൊ ഇവര് ആ ഒരു രീതിയാണ്, ആരെ കണ്ടാലും ഒന്ന് ചോദിക്കണം അല്ലെങ്കിൽ കിട്ടണം. പിന്നെ ഈ പറഞ്ഞ പോലെ സിനിമകളിൽ നിന്ന് ഒഴിവാക്കുക അവർക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ്.